തിരികെ സ്വാഗതം. എന്തൊരു ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അല്ലേ? യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ സ്റ്റുഡിയോയുടെ തൊട്ടടുത്താണ് നമ്മളുടെ ഈ കാളിക കലാസംഘം ഒക്കെ അവതരിപ്പിച്ച, അതുപോലെ തണൽ ഒക്കെ അവതരിപ്പിച്ച കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. എന്തൊരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. കണ്ണ് നിറയെയാണ് നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടത്. പക്ഷെ തീർന്നിട്ടില്ല. നമ്മളോടൊപ്പം ഇനിയും അതിഥികളൊക്കെയുണ്ട്. ആ അതിഥികളിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. അവരുടെ കലാപരിപാടികളും പാട്ടും ഒക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി നമ്മളോടൊപ്പം അതിഥികൾ ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീമതി വൃന്ദ മേനോൻ, ശ്രീ ആന്റണി മൈക്കിൾ, ശ്രീ മിഥില മൈക്കിൾ. 3 പേരും നല്ല അസല് പാട്ടുകാരാണ്. നമുക്ക് ഓർമ്മയുണ്ടാകും, കൈരളി ടി വിയിൽ ഉണ്ടായിരുന്ന റെയിൻ ഡ്രോപ്സ് എന്ന പരിപാടിയിലൂടെയാണ് ഞങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ നല്ല പാട്ടുകളൊക്കെ നമുക്ക് പാടിത്തരും. ഇവർ 2 പേരും അതുപോലെ തന്നെ റിയാലിറ്റി ഷോകളിലൂടെയൊക്കെ നമ്മുടെയൊക്കെ ഹൃദയം കവർന്ന കലാകാരന്മാരാണ്. അപ്പോൾ സ്വാഗതം 3 പേർക്കും. അതിനോടൊപ്പം നമ്മുടെ ഓർക്കസ്ട്ര ടീം അവിടെയുണ്ട്. ഇതിനൊക്കെ പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി 2 പേരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നപ്പോൾ നമുക്ക് തുടങ്ങാം. നല്ലൊരു ഓണപ്പാട്ട് പാടിത്തരുമോ? തീർച്ചയായിട്ടും. യെസ്, അപ്പൊ തുടങ്ങാം. ഏതാ പാട്ട്? തിരുവോണപ്പുലരി തുടങ്ങാം. ശരി. ആ ഒരു ഓണത്തിന്റെ മുഴുവനും ഭംഗിയുള്ളൊരു പാട്ടാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിലും കാണുന്ന തിരുമുറ്റം ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. നമുക്കവിടെ അത്തപ്പൂക്കളമുണ്ട്. അതിനൊപ്പം നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയും. ഊഞ്ഞാലൊക്കെ ഇന്ന് രാവിലെ മുതൽ തന്നെ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. മാത്രമല്ല ഇതിലൊക്കെ ഇരുന്നുള്ള ഫോട്ടോ ഒക്കെ പ്രേക്ഷകർ അങ്ങനെ എടുക്കുക, അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു രീതി. അപ്പോൾ ഓണത്തിന് എന്താണ് അവിടുത്തെ പരിപാടി? എന്താണ്? വീട്ടിലായിരുന്നോ ഇന്ന് ഉച്ചവരെയും? ശരിയാണ്. സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയം. അപ്പോൾ ശബ്ദം ഓക്കെ, ഭയങ്കര സന്തോഷമാണ് ആ ഒരു സമയത്ത്. വീട്ടിലുള്ള സമയമാണെങ്കിൽ ഇപ്പോൾ സദ്യ ഉണ്ടാവും, പൂക്കളയിടും, ഫാമിലി ആയിട്ടുള്ള ഗെറ്റ് ടുഗെദർ ഒക്കെ ഉണ്ടാവും. കൂടുതലും പ്രോഗ്രാംസിലൂടെ പോകുന്നതാണ്. ഓക്കെ. മിഥില വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, സ്കൂൾ യുവജനോത്സവത്തിൽ ഏറ്റവും അധികം തുടർച്ചയായ വർഷങ്ങളിൽ ലൈറ്റ് മ്യൂസിക്കിന് 1ാം സ്ഥാനം വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഒക്കെ പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്തത്? ആക്ച്വലി 98 മുതൽ 2002 വരെയുള്ള കാലഘട്ടങ്ങളിൽ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ. ഏത് ക്ലാസ് തൊട്ട്? 8ാം ക്ലാസ് മുതൽ 12 വരെ ആർക്കും കൊടുത്തിട്ടില്ല. അതിൽ 3 വർഷമാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. പിന്നെ 1 വർഷം സെക്കൻഡും 1 വർഷം തേർഡും. പിന്നെ മലയാളം പദ്യപാരായണത്തിന് സ്റ്റേറ്റിൽ ഇതുപോലെ ആ മേഖലയിൽ വേറെ ആർക്കും ഒന്നും വിട്ടുകൊണ്ടില്ല അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ട് ഏതാണ്? ഞാൻ ലൈറ്റ് മ്യൂസിക് പാടിയതിൽ ആദ്യം പാടിയത് എന്തിനോ പാടിയിടുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടായിരുന്നു. PS നമ്പീശൻ സാർ എഴുതി, കാഞ്ഞങ്ങാട് രാമൻ സാർ മ്യൂസിക്. സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ട് ഏതാ? ലൈറ്റ് മ്യൂസിക് ചോദിക്കുകയാണെങ്കിൽ കൂടുതലും ഇതാണ് ആൾക്കാർ ചോദിക്കാറ്. അതല്ലാതെ ഇപ്പൊ ആളുകൾ ആവശ്യപ്പെടുന്ന നോർമലി ഫിലിംസ് ഒക്കെ ആണെങ്കിൽ മൈനാകം ആണല്ലേ? എന്നോട് ഇവിടുന്ന് പറഞ്ഞു ഏറ്റവും ശരി. അപ്പൊ നമുക്ക് അത് 2 പേര് കേൾക്കാം. തീർച്ചയായിട്ടും. ഓക്കെ. ధసని పని ధగ మ పాప గమ పని ని సా సా
പനി സരി പാമ ഗാഗ മാ പാപ മരിനി പനി മാരിനി ധ ഗമ പപ മ പനി നി പനി സരി ആ മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ശിശിരങ്ങൾ തിരയുന്നു മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നു ശിശിരങ്ങൾ തുടങ്ങിയ ഒരു മൊമെന്റിൽ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടും എനിക്ക് എന്തായാലും മനസ്സിലായി എന്തുകൊണ്ടാണ് വേറൊരു കോമ്പറ്റീഷൻ ഇല്ലാതെ ഇത്രയും കാലം പോയത് എന്നത്. ഗംഭീരം, താങ്ക് യു. അനുഷിത, എന്തൊക്കെയാണ് വിശേഷം? പ്രോഗ്രാംസിലൊക്കെ ഉണ്ടായിരുന്നോ ഈ സമയത്തൊക്കെ? തിരക്കിന്റെ ഇടയ്ക്കാണ് ഇങ്ങോട്ട് വന്നത് ആണല്ലേ? എന്താ പുതിയ പ്രോജക്റ്റ്? പുതിയത് ഇനി ഡിവോഷനിലാണ്. ക്രിസ്തീയ ഭക്തി ഗാനങ്ങളുടെ ഒരു മേഖലയിലാണ് അല്ലെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ. അതില് ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാ? ക്രിസ്തീയ ഭക്തി ഏറ്റവും ഇഷ്ടമുള്ളത് സ്വന്തം ആയിട്ട്? അത് കൃപാസനം എന്ന് പറഞ്ഞൊരു ധ്യാനയന്ത്രമുണ്ട് അവിടെ, കനിവിന്റെ അമ്മയെന്നും പറഞ്ഞുകൊണ്ടൊരു പാട്ട്, അത് അത്യാവശ്യം ഹിറ്റാണത്. ശരി, ഓക്കെ, നമുക്ക് പാടാം. അതാണോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് പാടാം? ഓക്കെ ഓക്കെ, എന്നാ ഒരു ഓണപ്പാട്ടിന്റെ ഒന്ന് പാടിയിട്ട് അല്ലോട്ട് വരാം. ഞാൻ കൈതപ്രം സാറിന്റെ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇത് ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വിളിച്ചായിരുന്നു, അനുഗ്രഹമൊക്കെ മേടിച്ച്. ഞാൻ പറഞ്ഞു സാറിൻ്റെ പാട്ട് 4 വരി ഞാൻ പാടുന്നിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ വരവേൽപ്പെന്ന ചിത്രത്തിലെ വെള്ളാരം അത്. ഓക്കെ. പൂനുള്ളി കുമ്പാള കുമ്പിൾ നിറഞ്ഞു, ആലകളിൽ പാലമൃതാലകിടു ചുരന്നു, പൂനുള്ളി കുമ്പാള കുമ്പിൾ നിറഞ്ഞു, ആലകളിൽ പാലമൃതാലകിടു ചുരന്നു, മാമ്പൂമണവും കുളിരും മാടി വിളിക്കേ, കുറുമൊഴിയുടെ കവിളിതളിൽ കുങ്കുമമേറ്റു കുങ്കുമമേറ്റു, വെള്ളാരപ്പൂമലമേലേ പൊൻകിണം നീട്ടി നീട്ടി, ആകാശപ്പൂ മൂടി ചൂടി, മുകിലാരപ്പട്ടു ചുറ്റി, ഓണത്താറാടി വരും നേ, ഓണത്താറാടി വരും നേ, വെള്ളാരപ്പൂമലമേലേ പൊൻകിണ്ണം നീട്ടി നീട്ടി, ആകാശപ്പൂ മൂടി ചൂടി, മുകിലാരപ്പട്ടു ചുറ്റി, ഓണത്താറാടി വരും നേ, ഓണത്താറാടി വരും നേ. ഓരോ വരിയിലും ഓരോ വാക്കിലും ഒരു സന്തോഷമുണ്ട് എന്നതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ എഴുത്തുകൊണ്ട് കൂടിയായിരിക്കും. നമ്മുടെ ഓർക്കസ്ട്ര ടീം കൂടിയുണ്ട്, നമുക്ക് അവരിലേക്ക് കൂടി പോകാം. ചേട്ടാ, ഈ പെട്ടെന്ന് ചെയ്യാൻ പറയുന്ന സമയത്താണ് ഈ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത്. ഒരു മൈക്ക് വരും നമുക്ക് ഒരു പ്രത്യേകം. ഓക്കെ, ഒന്ന് പേരിപ്പിച്ചു തരുമോ? ഇഷ്ടമുള്ളത്. ഓക്കെ ഏട്ടാ, താങ്ക് യു.